എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു പ്രാർത്ഥന വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം 130 നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ 1 മുതൽ വചനം ഇങ്ങനെ പറയുന്നു: യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. പ്രാർത്ഥിക്കുകയാണ് ഭക്തൻ. ഞാൻ ആഴത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. ഔട്ട് ഓഫ് ദി ഡെപ്ത് ഐ ഹാവ് ക്രൈഡ് ടു യു. നിരാശയുടെ, മടുപ്പിൻ്റെ, ഇച്ഛാഭംഗത്തിൻ്റെ, ഭയപ്പാടിൻ്റെ ഒക്കെ അവസ്ഥയിൽ ആ ആഴത്തിൽ നിന്നുകൊണ്ട്, ആ ഡീപ്പായ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ആ ഉടയപ്പെട്ട അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവം, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇതുപോലെ ജീവിതത്തിനകത്ത് നിരാശയാകാം, വിഷാദത്തിന് അനുഭവമാകാം, ഭയപ്പാടുകളാകാം, നിരാശയുടെ ആഴത്തിലായിരിക്കാം. ഏത് അവസ്ഥയായിക്കോട്ടെ, അവിടെ നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിക്കണമേ. അങ്ങനൊരു ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സേവിക്കുന്നത്. എന്നിട്ട് ഭക്തൻ പറയാണ്, ഞാൻ എൻ്റെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിനായി കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. ഈ പ്രതിസന്ധിയിൽ, ഈ വേദനയിൽ നാം എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മുടെ ഉള്ളം ദൈവത്തെങ്കിൽ പ്രത്യാശ വെക്കുക. എന്നിട്ട് ഹല്ലേലൂയ, അവൻ്റെ വചനത്തിൽ ആശ്രയിക്കാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായി നിങ്ങളെ തേടി ഒരു വിടുതലുണ്ടായിരിക്കും. ആ അവസ്ഥയിൽ നിന്ന് ദൈവം ഒരു മാറ്റം വരുത്തും. എന്നിട്ട് 6ാമത്തെ വചനം പറയുന്നു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഒരു വാച്ച്മാൻ ഒരു പ്രഭാതമാവാൻ വേണ്ടി നൈറ്റ് മൊത്തം കാത്തിരുന്ന് പ്രഭാതമാവാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ, ഒരു സെക്യൂരിറ്റി കാത്തിരിക്കുന്ന പോലെ, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെ പോലെ ഞാൻ എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കുന്നു. കാരണം ലജ്ജിച്ചു പോകത്തില്ല. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ വീണ്ടെടുപ്പുണ്ട്. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. നിന്റെ അകൃത്യത്തിൽ നിന്ന് അവനെ വിടിവിക്കും. ഏത് പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ഏത് കുഴിയിൽ, ഏത് നാശത്തിൽ നിന്നായാലും അവിടെ നമ്മെ വീണ്ടെടുക്കുന്ന, വിടിവിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിലേക്ക് വന്ന് നമുക്ക് ആശ്രയിക്കാം. 131 സങ്കീർത്തനം പറയുന്നു, ഒരു ശിശുവിനെ പോലെ, ചൈൽഡ് ലൈക്ക് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധി നമുക്ക് ആശ്രയിക്കാം. നിശ്ചയമായി നിങ്ങളായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ദൈവം വിടിവിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. എത്ര ആഴത്തിലെ വേദനയുടെ, നിരാശയുടെ, കയ്പിൻ്റെ, ഒറ്റപ്പെട്ട അനുഭവമായോ, ആ ആഴത്തിൽ നിന്നും നിലവിളിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് നിങ്ങൾക്കായി വിടുതൽ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിലും അവൻ്റെ വചനത്തിലും പ്രത്യാശയോടെ കാത്തിരിക്കാം. അത്ഭുതങ്ങളെ സ്വീകരിക്കാം. ഗോഡ് ബ്ലസ്.